പത്തനംതിട്ടയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ എക്കാലവും നേട്ടം കൊയ്തത് LDF ആണ്. പക്ഷേ എന്നും അകന്നു നിൽക്കുകയായിരുന്നു LDFനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ മണ്ഡലം. ഒരു കാലത്ത് UDF കോട്ടയായി കരുതിയ ജില്ലയാണ്. ഇപ്പോഴും UDF ശക്തി കേന്ദ്രമായി തുടരുക തന്നെയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. 2009 മണ്ഡലം രൂപീകൃതമായപ്പോൾ മുതൽ ജയം UDFിലെ ആന്റോ ആന്റണിക്കുമാണ്. ഇത്തവണ ആന്റോ ആന്റണി 4ാം പോരാട്ടത്തിനിറങ്ങുമ്പോൾ LDF പ്രബലനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് രംഗത്തിറക്കിയത്, ഡോക്ടർ തോമസ് ഐസക്. NDA സ്ഥാനാർത്ഥി ആരാകുമെന്ന് പല പേരുകൾ ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നെങ്കിലും അനിൽ ആന്റണി ഒടുവിൽ രംഗത്തേക്ക് വരികയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പത്തനംതിട്ടയിൽ നേരിട്ടെത്തി ഇന്ത്യ പ്രചരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അങ്ങനെ പോര് ഒരു തരമല്ല, 2 തരമല്ല, 3 തരമാണ് ഇത്തവണ പത്തനംതിട്ടയിൽ. ആര് നേടും കോട്ട എന്ന് പരിശോധിക്കുകയാണ് ന്യൂസ് ടെൻസ് ആദ്യം. പത്തനംതിട്ടയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. R കിരൺ ബാബു, രഞ്ജിത്ത് രാമചന്ദ്രനൊപ്പം ശശി നാരായണൻ എന്നിവർ. വിശകലനങ്ങളിലേക്ക് ഈ 3 പേരിലേക്കും കടക്കുമ്പോൾ കിരൺ, രഞ്ജിത്ത്, 2021 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 മണ്ഡലങ്ങളും ഇടതുപാളയത്തിലാണ്. അപ്പോഴും UDF കോട്ട കൈവിടില്ല എന്നൊരു പ്രതീക്ഷ UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ക്രമാനുഗതമായിട്ടുള്ള ഒരു വോട്ട് വിഹിതം ഇത്തവണ കൂടുമെന്നുള്ളൊരു പ്രതീക്ഷ NDA സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെ 3 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കാൻ വകയുള്ള ഒരു മണ്ഡലം, കരുനീക്കങ്ങൾ അതുപോലെ നടക്കുന്ന ഒരു മണ്ഡലം. എങ്ങനെയാണ് നിങ്ങളുടെ വിശകലനങ്ങൾ? എന്താണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പൾസ്? അപർണ, നമ്മൾ ഇന്ന് രാവിലെ മുതൽ നമ്മുടെ മോർണിംഗ് വൈബ്സ് മുതൽ പത്തനംതിട്ട മണ്ഡലത്തിലുണ്ട്. അവിടുത്തെ ഒരുപാട് വോട്ടർമാരെ ഈ സ്റ്റേഡിയത്തിലൊക്കെ വന്ന നിരവധി ആളുകളെ കണ്ട് സംസാരിക്കാനും ഒക്കെയുള്ള അവസരം നമുക്ക് കിട്ടി. പതിവ് പോലെ തന്നെ വളരെ വലിയ ചൂടേറിയ ഒരു മത്സരത്തിന് തന്നെയാണ് പത്തനംതിട്ട സാക്ഷ്യം വഹിക്കുന്നത്. താരതമ്യേന സംസ്ഥാനത്തെ മണ്ഡലങ്ങളെ വെച്ച് നോക്കിയാൽ പ്രായം കുറഞ്ഞ ഒരു കൗമാരപ്രായത്തിലൊക്കെ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എന്ന് നമുക്ക് കണക്കാക്കാം. കാരണം രൂപീകരണം കഴിഞ്ഞിട്ട് 3 തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഇവിടെ നടന്നത് എന്നുള്ളതാണ്. ഈ കൗമാരപ്രായത്തിലുള്ള മണ്ഡലത്തിന്റെ മനസ്സ് പക്ഷേ ഈ 3 തെരഞ്ഞെടുപ്പുകളിലും UDFിനൊപ്പമായിരുന്നു ബാല്യകാലം മുതൽ തന്നെ എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് വായിക്കണം, നേരത്തെ അപർണ പറഞ്ഞതുപോലെ. പക്ഷേ ഇത്തവണ ശക്തമായ മത്സരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2019 ഒരു കണക്കിൽ പോകുമ്പോഴാണ് അതിന്റെ ഒരു പ്രസക്തി നമുക്ക് മനസ്സിലാകുന്നത്. കാരണം 2019 BJPയുടെ K സുരേന്ദ്രൻ പിടിച്ച ഒരു 2,97,000-ഓളം വോട്ടുകൾ ഈ മണ്ഡലത്തിലെ ചിത്രം അന്ന് ഈ പറഞ്ഞതുപോലെ മാറ്റിമറിച്ചിരുന്നു. BJPക്ക് കൂടി ഒരു A ക്ലാസ് മണ്ഡലമായി കരുതത്തക്ക വിധത്തിലേക്ക് പത്തനംതിട്ട മാറിയത് അങ്ങനെയാണ്. അവിടെയാണ് അനിൽ ആന്റണി എന്ന സ്ഥാനാർത്ഥിയെ സാക്ഷാൽ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് BJP വരുന്നത്. മറുവശത്താകട്ടെ ഇവിടെ 2 വർഷമായി സംഘടനാ ചുമതലയുള്ള തോമസ് ഐസക്കിന് നമുക്കറിയാം, തെരഞ്ഞെടുപ്പുകളിൽ പരാജയം ഉണ്ടാകാത്ത നേതാവാണ് തോമസ് ഐസക്കിന് വളരെ വ്യക്തമായി ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുണ്ട്, ജനകീയ മുഖമുണ്ട്, അദ്ദേഹത്തിന്റെ ഇടപെടലിന്റെ പ്രസക്തിയുണ്ട്. അങ്ങനെ ഒരുപാട് അനുകൂല ഘടകങ്ങൾ ചേരുന്ന ഒരു സ്ഥാനാർത്ഥിയായി തോമസ് ഐസക്കിനെ ഇവിടെ ചിരപരിചിതനായ ആലപ്പുഴക്കാരനാണ് എങ്കിൽ പോലും ഇവിടുത്തെ സംഘടനാ ചുമതലയുള്ള ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് നേതാക്കൾക്കൊക്കെ ഏറെ ചിരപരിചിതനായ തോമസ് ഐസക്കിനെ അവതരിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകളിലെ ഒരു ലക്ഷ്യം കൂടി CPM ഇതുമായി ബന്ധപ്പെട്ട് തേടുന്നുണ്ട്. അനിൽ ആന്റണി, തോമസ് ഐസക്, മറുവശത്ത് സിറ്റിംഗ് MP കൂടിയായ ആന്റോ ആന്റണി എന്ന് പറയുന്ന നേതാവ്. ആന്റോ ആന്റണി തുടക്കകാലത്ത് ഉണ്ടായ ഭൂരിപക്ഷം ക്രമാനുഗതമായി കുറഞ്ഞുവെന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എങ്കിൽ പോലും മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ UDFന്റെ ഒരു സ്വാധീനം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു സ്വാധീനം ഒട്ടും കുറച്ചു കാണിക്കാൻ സാധിക്കില്ല. അതേ വീര്യത്തോടുകൂടി തന്നെ ആന്റോ ആന്റണി രംഗത്തുണ്ട്. ശക്തമായ ഭാഷയിൽ എതിരാളികൾക്ക് മറുപടി നൽകി ഈ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പൂർണ്ണസമയം മുഴുകി ഉള്ളൊരു പ്രവർത്തനത്തിലേക്ക് ആന്റോ ആന്റണി കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ തരത്തിൽ നോക്കിയാലും ശക്തമായ ത്രികോണ മത്സരം മണ്ഡലത്തിൽ ഉണ്ടാകുന്ന പ്രതീതി ഒരു പരിധിവരെ അടിത്തട്ടിലെങ്കിലും സൃഷ്ടിക്കപ്പെട്ട ഒരു പശ്ചാത്തലം നമ്മൾ കാണുന്നുണ്ട്. അതുതന്നെയാണ് പത്തനംതിട്ടയിലെ ഒരു പൾസ് എന്ന് പറയുന്നത്. BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്, CPMന് അഭിമാന പോരാട്ടമാണ്, കോൺഗ്രസിന് മണ്ഡലം നിലനിർത്തേണ്ട ഏറ്റവും ആവശ്യകത ഉണ്ട് താനും. അങ്ങനെ എല്ലാ തരത്തിലും 20 ലോക്സഭാ മണ്ഡലങ്ങൾ വെച്ച് നോക്കുമ്പോൾ വാശിയും വീറും തീവ്രതയും ഏറിയ മത്സരത്തിനാണ് പത്തനംതിട്ട സാക്ഷ്യം വഹിക്കുന്നത്. പത്തനംതിട്ടയുടെ ഈ 3 ലോക്സഭാ മത്സരങ്ങളുടെ ചരിത്രം അത് പറയാൻ കിരൺ ബാബു എന്നോടൊപ്പമുണ്ട്. ഒപ്പം നമ്മുടെ പത്തനംതിട്ടയിലെ പ്രതിനിധി ശശി നാരായണനുമുണ്ട്, അദ്ദേഹവും നമ്മോടൊപ്പം ചേരും. കിരൺ ബാബുവിലേക്ക് ഒന്ന് പോയാൽ, കിരൺ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പ് ഒന്ന് വിശകലനം ചെയ്താൽ.
ഈ പത്തനംതിട്ട ആദ്യം രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ പത്തനംതിട്ട ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ഒരു MP മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് ആന്റോ ആന്റണി മാത്രമാണ്. 3 തെരഞ്ഞെടുപ്പുകളാണ് കഴിഞ്ഞത്. ഇത് 4ാമത്തെ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ്. ആദ്യ 3 തെരഞ്ഞെടുപ്പിൽ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ 50% മേൽ വോട്ട് ശതമാനം വാങ്ങിക്കൊണ്ടാണ് അന്ന് ആന്റോ ആന്റണി വിജയിക്കുന്നത്. അത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന K. അനന്തഗോപനായിരുന്നു അന്ന് മത്സരത്തിൽ നിന്നത്. NDAക്ക് വേണ്ടി BJP-യുടെ രാധാകൃഷ്ണ മേനോനായിരുന്നു. 1.5 ലക്ഷം വോട്ട് മാത്രമേ. അത് തീരെ അപ്രസക്തമായ വോട്ടിനപ്പുറത്തേക്കൊന്നും പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതോടുകൂടി അന്ന് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ 4 ലക്ഷം മാർക്ക് കടന്നതാണ് ആന്റോ ആന്റണി. പക്ഷേ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 2014 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 4 ലക്ഷം മാർക്ക് കടക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ടോട്ടൽ വോട്ട് കൂടിയെങ്കിലും ആന്റോ ആന്റണിയുടെ വോട്ട് കുറഞ്ഞു. പക്ഷെ അപ്പോഴും BJP-യുടെ വോട്ട് ഈ 1.5 ലക്ഷത്തിൽ നിന്ന് ഏകദേശം 1.38 അത് MD രമേശ് വരുന്നു. കുറെ കൂടി സ്വാധീനമുള്ള ഒരു നേതാവ് MD രമേശ്. അങ്ങനെ BJP-യുടെ ഒരു വളർച്ചയുടെ ഉണ്ടാകുന്ന ഒരു ഘട്ടം 2014 എന്ന് പറയുമ്പോൾ ആലോചിക്കണേ, നരേന്ദ്രമോദി പ്രഭാവമൊക്കെ തുടങ്ങുന്ന സമയത്ത് അങ്ങനെ BJP-യുടെ വോട്ടിൽ വർധനമുണ്ടാകുന്നു. ഇവിടെ കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് വന്ന ഫിലിപ്പോസ് തോമസ് ആണ് അവിടെ ഇടതു സ്ഥാനാർത്ഥിയായി വരുന്നത്. പക്ഷേ ആ പരീക്ഷണവും വോട്ട് വിധത്തിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറം വിജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അപ്പോഴും പ്രത്യേകത അനന്തഗോപനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട പെർഫോമൻസ് നടത്താൻ അവിടെ ഫിലിപ്പോസ് തോമസിന് കഴിഞ്ഞു. അതിനുശേഷം 2019 തെരഞ്ഞെടുപ്പിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ത്രികോണ പോരാട്ടം ആദ്യമായി പത്തനംതിട്ട ജില്ലയിൽ നടക്കുന്നത്. 2019 തെരഞ്ഞെടുപ്പിലാണ്. അതുവരെ പത്തനംതിട്ടയെ സംബന്ധിച്ച് LDF-ഉം UDF-ഉം തമ്മിലുള്ള മത്സരം UDF-ന് വ്യക്തമായ മേൽക്കൈയുള്ള മണ്ഡലം. പ്രധാനമായും കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാറൊക്കെ കോട്ടയം ജില്ലയുടെ ഭാഗമായ 2 മണ്ഡലങ്ങൾ മാത്രമാണെങ്കിലും ആ 2 മണ്ഡലങ്ങൾ തന്നെ എപ്പോഴും UDF-ന് വലിയ സ്വാധീനമുണ്ടായിരുന്ന പരമ്പരാഗതമായ കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രവും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രവും ഒക്കെയായ 2 മണ്ഡലം. മറ്റേതെങ്കിലും മണ്ഡലത്തിൽ ചെറിയ രീതിയിൽ കുറവുകൾ പിന്നോക്കം വന്നാൽ പോലും മറികടക്കാൻ കഴിയുന്ന 2 മണ്ഡലങ്ങൾ. അവിടെ 2019 വരുമ്പോഴേക്കും 2019 ശബരിമലയുടെ പശ്ചാത്തലം അതാണ് ഏറ്റവും പ്രധാനം. 2019 ശബരിമലയിൽ, പ്രത്യേകിച്ച് ശബരിമല നിൽക്കുന്ന മണ്ണാണിത്. അപ്പോൾ സ്വാഭാവികമായും അന്ന് BJP ഉയർത്തിക്കൊണ്ടുവന്ന വലിയ സമരങ്ങൾ, ആ സമരത്തെ അനുകൂലിക്കുന്നവർ എതിർക്കുന്നവർ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ആ ആനുകൂല്യം പരമാവധി ഉപയോഗിക്കാൻ വേണ്ടി BJPക്ക് കേരള സംസ്ഥാനത്തിന്റെ ഇന്നത്തെ പ്രസിഡന്റ് K. സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നു. K. സുരേന്ദ്രൻ ഒരു ഭാഗത്ത് നിന്ന് ശബരിമല വിഷയം തന്നെ ഉയർത്തിക്കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. മറുഭാഗത്ത് ആന്റോ ആന്റണി നിൽക്കുന്നു. ഇടതുമുന്നണി അന്ന് വീണ ജോർജിനെ ഇറക്കുന്നു. സ്വാഭാവികമായും വീണ ജോർജും ഇടതുമുന്നണിയുടെ വോട്ടിന്റെ വിഹിതം നോക്കിയാൽ അറിയാം ക്രമാനുഗതമായി മുന്നിട്ട് വരികയാണ്. അപ്പോൾ ആ വീണ ജോർജ് വന്നതോടുകൂടി ഇടതുമുന്നണിക്ക് ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇക്കുറി ജയിക്കാൻ കഴിയും. ആന്റോ ആന്റണിക്കെതിരായ 2 തവണ ജയിച്ച ഒരാളാണ്. അയാൾക്കെതിരെ ഒരു വികാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനിടയിൽ BJP-യുടെ വിഹിതം ഏകദേശം 2,97,000 വർദ്ധിപ്പിച്ചു. അതോടുകൂടിയാണ് ഒരു ത്രികോണ പോരാട്ടം എന്ന് പറയുന്ന ലെവലിലേക്ക് പത്തനംതിട്ട എത്തുന്നത്. പത്തനംതിട്ട തിരുവനന്തപുരം കഴിഞ്ഞാൽ മറ്റ് കേരളത്തിൽ വോട്ടിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ നോക്കിയാൽ ത്രികോണ പോരാട്ടം നടക്കുന്ന 2ാമത്തെ മണ്ഡലം പത്തനംതിട്ടയാണ്. അത് തൃശ്ശൂർ ഒന്നുമല്ല. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ വെച്ചെടുത്ത് പറഞ്ഞല്ലോ, ഓരോ തവണയും മാറി അറിയാം. പക്ഷെ മുൻ കണക്കുകൾ വെച്ചെടുത്ത് നോക്കിയാൽ അത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ ഇക്കുറിയെ വരുമ്പോഴേക്കും കഴിഞ്ഞ തവണത്തിൽ നിന്ന് വീണ്ടും അതേ സ്ഥാനാർത്ഥിയായി തന്നെ ആന്റോ ആന്റണി വരുന്നു. ആന്റോ ആന്റണിക്ക് കഴിഞ്ഞ 3 തവണയും ഇവിടെ MP ആയിരുന്നതിലും അദ്ദേഹം ചെയ്ത് നൽകിയ വികസന പ്രവർത്തനങ്ങളുടെ വലിയ ഒരു നിര എടുക്കാനുണ്ട്. 3 തവണയായിരുന്നു. അതുപോലെ തന്നെ നിരവധി ആളുകളെ, ഒട്ടുമിക്ക ആളുകളെയും ഒക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് ബന്ധപ്പെടുകയോ ചെയ്തതിന്റെ വിശാലമായ പരിചയമുണ്ട്. അത് ഒരു പോസിറ്റീവായ പോയിന്റായി നിൽക്കുമ്പോൾ, മറിച്ച് ഈ 3 തവണയും തുടർച്ചയായ ഒരാൾ എന്നുള്ളത് എപ്പോഴും ഒരു നെഗറ്റീവായി വരാൻ സാധ്യതയുള്ളതാണ്. കുറെ പേർക്ക് ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ഈ ഒരാളെ തന്നെ മടുത്തു എന്നുള്ളൊരു വികാരം, പിന്നെ ഒരുപാട് പേർക്ക് പരാതികൾ കാണും. അത്തരം ചില നെഗറ്റീവ് പോയിന്റുകൾ വരും. ഈ പോസിറ്റീവ് നെഗറ്റീവിനകത്ത് എവിടെയാണ് കൂടുതൽ എന്നതായിരിക്കും ആന്റോ ആന്റണിയെ സംബന്ധിച്ച് പ്രധാനം. CPM-നെ സംബന്ധിച്ച് CPM വളരെ നേരത്തെ തന്നെ പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെ പ്രഖ്യാപിച്ചില്ലെങ്കിലും തോമസ് ഐസക്കിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് തീരുമാനിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആവണം പത്തനംതിട്ടയുടെ പ്രത്യേക ചാർജൊക്കെ തോമസ് ഐസക്കിന് നൽകുകയും, തോമസ് ഐസക്ക് കഴിഞ്ഞ 2-3 വർഷമായി തന്നെ ശശിധരൻ കുറെ കൂടെ പറയാൻ അറിയാമെന്ന് തോന്നുന്നു. അദ്ദേഹം ഇവിടെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. നമ്മളടക്കം ഒരു 5 മാസം കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇവിടെ സ്ഥാനാർത്ഥി ആരാവും സ്ഥാനാർത്ഥിയിൽ തോമസ് ഐസക്കിന്റെ പേര് പറയുമ്പോൾ പലരും അത് ഉണ്ടാവില്ല എന്നുള്ള മട്ടിലായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, പാർട്ടി നേരത്തെ തന്നെ തീരുമാനിച്ചു. തോമസ് ഐസക്കിന്റെ പ്രത്യേകത, തോമസ് ഐസക്ക് മുൻ ധനമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു പൊതു പ്രതിച്ഛായ എന്ന് പറയുന്നത് പാർട്ടി അനുഭാവികൾ, പാർട്ടി വോട്ട് അതിനപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു വലിയ വിഭാഗത്തിലെ വോട്ട് ശേഖരിക്കാൻ കഴിയുന്ന ഒരാളാണ്. അതുപോലെ വീണ ജോർജിന്റെ ഒരു ഇക്വേഷനിൽ വീണ ജോർജിനെ വെച്ചപ്പോൾ വീണ ജോർജിന്റെ സഭയുമായിട്ടുള്ള ബന്ധമൊക്കെ പ്രധാനമായിരുന്നു. ഐസക്കിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഐസക്കിന് എല്ലാ വിഭാഗത്തിന്റെയും വോട്ട് ശേഖരിക്കാൻ കഴിയുന്ന അത്തരത്തിലേക്ക് ഒരു പ്രതിച്ഛായുള്ള ഒരാളാണ്. അപ്പോൾ ഐസക്കിനെ ഉപയോഗിച്ചുകൊണ്ട് ഇക്കുറി ജയിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് LDF നിൽക്കുന്നത്. മറിച്ച് ഇനി 3ാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കൗതുകം ഉണ്ടായിരുന്നത് ഇവിടെ NDAയുടെ സ്ഥാനാർത്ഥി ആര് വരും, BJPയുടെ സ്ഥാനാർത്ഥി ആര് വരും എന്നുള്ളതാണ്. PC ജോർജ് BJPയിലേക്ക് വരുന്നു. അപ്പോൾ PC ജോർജ് പൂഞ്ഞാറും കൂടെ ഉൾപ്പെടുന്ന സ്ഥലമാണ്. പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളിയൊക്കെ PC ജോർജിന് സ്വാധീനമുള്ള സ്ഥലമാണ്. പിന്നെ പത്തനംതിട്ട ജില്ലയിൽ ആരെയും PC ജോർജിനെ പരിചയപ്പെടുത്തേണ്ടതില്ല. PC ജോർജിനെ എന്റെ കടുത്ത അനുകൂലികളും കടുത്ത വിരോധികളും എല്ലാം ഉള്ള സ്ഥലമാണ്. ജോർജ് സ്ഥാനാർത്ഥിയാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അദ്ദേഹം സ്ഥാനാർത്ഥിയല്ല, അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ് ആകുമെന്ന് പ്രതീക്ഷിച്ചായില്ല. അവിടെ അനിൽ ആന്റണിയാണ് വരുന്നത്. BJP കാണുന്ന മറ്റൊരു രാഷ്ട്രീയമാകും. ഇവിടെ സുരേന്ദ്രൻ ലഭിച്ച ഒരു വോട്ട്
പ്ലസ് അനിൽ ആന്റണി ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാൾ, അങ്ങനെ ഒരാൾക്ക് സീറ്റ് കൊടുക്കുമ്പോൾ ലഭിക്കുന്ന അധിക വോട്ടുകൾ എന്നുള്ള സ്വാധീനം ഒക്കെ ആയിരിക്കും ആലോചിച്ചത്. പക്ഷെ അത് ഏത് തരത്തിൽ വരും എന്നുള്ളത് കാത്തിട്ടാണ് ശബരിമലയുടെ സാഹചര്യം മാറുന്നത്. എന്തായാലും നരേന്ദ്രമോദി തന്നെ നേരിട്ട് വന്ന് ഇവിടെ അനിൽ ആന്റണിയുടെ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ BJP എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നതിന് മണ്ഡലമാണ്. ഇപ്പൊ തൃശ്ശൂരിന് കൊടുത്ത പ്രാധാന്യം തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. ശരിയാണ്. അതാണ് ഈ മൂന്ന് മുന്നണികളും ശക്തമായ പോരാട്ട പാത്രത്തിൽ, മൂന്ന് മുന്നണികളും കൃത്യമായി തന്നെ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ പോരാട്ട രംഗത്ത് മൂന്നുപേരും സജീവമാണ്. ശിവനാരായണൻ, ഈ ഐസക്കിന്റെ ഒരു വരവ് അല്പം ഒരു കൗതുകമായിരുന്നു. കാരണം ഐസക് ആലപ്പുഴക്കാരനാണ്. ഐസക് ഇവിടെ 2 വർഷമായി സംഘടനാ ചുമതലയിലുണ്ട്. നേരത്തെ ഇവിടെ ഉള്ള ജില്ലാ നേതാക്കളൊക്കെയാണ് ആന്റോ ആന്റണിക്കെതിരെ മത്സരിച്ചിരുന്നത്, അല്ലെ? വീണ ജോർജ് ഒരു തവണ മത്സരിച്ച സാഹചര്യം. ഈ സഭയുടെ സ്വാധീനമേറെയുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ CPM സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത് ആ തരത്തിലുള്ള വോട്ടുകൾ കൂടി ഐസക്കിലൂടെ വരുമെന്നതാണ്. ആന്റോ ആന്റണിയുടെ 5 വർഷത്തെ പ്രവർത്തനം ശരിയാണെന്ന് വിലയിരുത്തണം, ജനങ്ങളുമായുള്ള ബന്ധം വിലയിരുത്തണം. ഒപ്പം ഐസക്കിന്റെ വരവ് ഈ കളത്തിൽ എന്ത് മാറ്റം വരുത്തി എന്നുള്ളതൊന്ന് പറയണം. ഈ ഐസക്കിനെ സംബന്ധിച്ച് പറയാമെങ്കിൽ ഇപ്പോൾ കിരൺ ബാബു പറഞ്ഞ പോലെ തന്നെ 2 വർഷത്തിന് മുന്നേ തന്നെ CPM ഐസക്കിനെ പത്തനംതിട്ട മണ്ഡലത്തിൽ കൃത്യമായി അവതരിപ്പിക്കുന്നു. അപ്പം സ്വാഭാവികമായി ആ 2 വർഷം കൊണ്ട് തന്നെ പത്തനംതിട്ടയിലെ എല്ലാ പരിപാടിയിലും ഐസക്ക് സജീവമായി നിൽക്കുന്നു. ജനങ്ങളുമായുള്ള ബന്ധം അദ്ദേഹത്തിന്റെ മന്ത്രിയാണ്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ സജീവമായി നിൽക്കുന്ന ഒരു ജനകീയ മുഖമുള്ള നേതാവ് എന്നുള്ളതാണ് CPM ഈ ഐസക്കിനെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയാക്കുന്നതിനും അത് മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യത്തിലേക്ക് എത്താനുള്ള കാരണം. അപ്പോൾ സ്വാഭാവികമായി ഐസക്ക് കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടുത്തെ എല്ലാ പരിപാടിയിലും സജീവമായി നിൽക്കുന്നു, പ്രവർത്തകരുമായി നിൽക്കുന്നു. മറ്റു കാര്യങ്ങളും മറ്റെല്ലാ പരിപാടിയും ജാതി മതഭേദമന്യേ എല്ലാ പരിപാടിയും സജീവമായ ഒരു സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി തന്നെ CPM അവതരിപ്പിക്കുകയായിരുന്നു 2 വർഷം മുമ്പ്. നേരെ മറിച്ച് ആന്റോ ആന്റണി 15 വർഷമായി ഈ മണ്ഡലത്തിൽ നിൽക്കുന്നത് സിറ്റിംഗ് MP ആണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കുറേ കാലങ്ങളായി ആളുകൾ കാണുന്നു. UDFന് മെജോറിറ്റിയുള്ള മണ്ഡലമാണ്. അപ്പോൾ അത്തരത്തിൽ സ്വാഭാവികമായി UDFും വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നിലവിലുള്ള സാഹചര്യത്തിൽ ആന്റോ ജയിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് UDFിനുള്ളത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലുമൊക്കെ ഈ ഫലം മറിച്ച് LDFിന് അനുകൂലമായിരുന്നു. ആ സാഹചര്യത്തിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൂടി വിജയിക്കുക എന്നുള്ളത് LDFിന്റെ അനിവാര്യമാണ്. അതിന് പറ്റിയൊരു സ്ഥാനാർത്ഥി തന്നെയാണ് തോമസ് ഐസക്. അത് സ്വാഭാവികമായും ഈ ക്രിസ്ത്യൻ വോട്ടുകൾ ഈ മണ്ഡലത്തിൽ നിർണായക ഘടകമാണ്. അത് എത്രത്തോളം സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിയും, മറ്റ് വിഭാഗങ്ങളുടെ വോട്ടുകളുടെ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ജനകീയ മുഖം അദ്ദേഹത്തിന് ഈ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്നുള്ളൊരു വിലയിരുത്തൽ കൂടി LDFിനുണ്ട്. ആന്റോ ആന്റണി കഴിഞ്ഞ നാളുകളായി ഈ 7 മണ്ഡലത്തിൽ ഈ പാർലമെന്റിലെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയുള്ള കാര്യത്തിൽ വലിയ വിമർശനങ്ങളുമുണ്ട്, എന്നാൽ അനുകൂലമായുള്ള കാര്യങ്ങളുണ്ട്. സാധാരണഗതിയിൽ അദ്ദേഹം ഹൈമാസ് ലൈറ്റുകളും അല്ലെങ്കിൽ കേന്ദ്രീയ വിദ്യാലയം മാത്രമാണ് നടത്തിയെന്നുള്ള ആരോപണമുണ്ട്. റെയിൽവേയുടെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനുണ്ട്, അവിടുത്തെ വികസന കാര്യങ്ങളിലൊന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ ആരോപണങ്ങളും ഇപ്പോഴും ഉണ്ട്, അന്നും നേരത്തെയും ഉള്ളതാണ്. എന്നിരുന്നാലും വോട്ടിങ്ങിനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വാഭാവികമായി UDFിന്റെ മെജോറിറ്റി പാർലമെന്റിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആന്റോയ്ക്ക് അനുകൂലമായി മാറുന്ന പ്രധാനമായ ഘടകം എന്ന് പറയുന്നത് NDA സ്ഥാനാർത്ഥിയുടെ ഒരു വോട്ടിംഗ് പാറ്റേണായിരിക്കും. അത് സ്വാഭാവികമായും കഴിഞ്ഞ ടൈമിൽ 2019 കെ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ത്രികോണ മത്സരം എന്നിരിക്കുക തന്നെ 2,90,000 വോട്ട് അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിഞ്ഞു. ഇപ്രാവശ്യത്തെ അനിൽ ആന്റണി ആണ് ഇപ്പോഴത്തെ NDA സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അദ്ദേഹം സമാഹരിക്കുന്ന വോട്ടിനെ ആശ്രയിച്ചിരിക്കും ഒരുപക്ഷെ ഈ UDFിന്റെ LDFിന്റെ വിജയത്തെ തീരുമാനിക്കുക എന്ന് പറഞ്ഞൊരു ഘടകം കൂടിയുണ്ട്. അത് കാരണം നേരത്തെയുള്ള വോട്ടിംഗ് ശതമാനം വെച്ച് നോക്കുമ്പോൾ LDFിന് കഴിഞ്ഞ പ്രാവശ്യം LDFിന് ഇതാണ് ഈ പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന് പറയുന്നത് LDFിനെ സംബന്ധിച്ച് വലിയ ഒരു അഭിമാനത്തിന്റെ പ്രശ്നം കൂടി തന്നെയാണ്. അപ്പോൾ അത് മറികടക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആന്റോയുടെ വികസന പ്രവർത്തനങ്ങളും ആന്റോ നടത്തിയുള്ള കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് വെച്ചാണ് UDF മുന്നോട്ട് വെക്കുന്നത്. കാരണം സംസ്ഥാന സർക്കാരിന്റെ ഈ നിലവിലുള്ള ഭരണപരാജയം തന്നെയാണ് UDF ഇക്കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്നത്. ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ഇതിനകത്ത് മുന്നോട്ട് വെച്ചാണ് UDF പുൽവാമ മേഖല. പക്ഷേ ഇതിനകത്തൊക്കെ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണി വിമർശനത്തിന്റെ പല തരത്തിലും അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളിലൊക്കെ വിവാദങ്ങളിൽപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതൊക്കെ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് വലിയ ശ്രമങ്ങളും. മറ്റൊരു കാര്യം ഈ പ്രാദേശികമായി ഈ സംഘടനാ തലത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സംഘടന കൂടിയാണ് കോൺഗ്രസ്, അല്ലേ? ഒരുപാട് ആളുകൾ പാർട്ടി വിട്ടു, പിന്നെ തിരിച്ചു വന്നു. അങ്ങനെ ആന്റോ ആന്റണിക്കെതിരെ ആ തരത്തിൽ പ്രാദേശികമായ നിരവധി എതിർപ്പുകളും ജില്ലയിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് ഈ അടുത്ത സമയത്താണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ, അങ്ങനെ പ്രാദേശിക തലത്തിലുള്ള നിരവധി ആളുകൾ കോൺഗ്രസ് വിട്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ദുർബലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഒരു പക്ഷേ വരുന്ന തെരഞ്ഞെടുപ്പുമായി വന്നു വരുമ്പോൾ അത് ആ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിനെ ബാധിക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയപരമായി നമ്മൾ നോക്കുമ്പോൾ അത് ഉണ്ടാകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതൊന്നും പരിഹരിക്കപ്പെടാതെ ഇപ്പോഴും നിൽക്കുന്നു. നേതാക്കന്മാരുടെ ഇടയിൽ തന്നെ അതൃപ്തിയും
ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളും കൂടി രാഷ്ട്രീയപരമായി കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു വലിയ ഒരു പരിശോധന നടത്തേണ്ട, ആത്മപരിശോധന നടത്തേണ്ടത്, എങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഈ മണ്ഡലത്തിലുണ്ട്. എന്തായാലും വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് UDF-ൽ. നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ കഴിഞ്ഞ അവിടുത്തെ ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. NDAയുടെ സ്ഥാനാർത്ഥി, ഇപ്പൊ NDAയുടെ സ്ഥാനാർത്ഥിയിൽ രണ്ടു കൂട്ടരും കണക്ക് കൂട്ടുന്നത് അനിൽ ആന്റണി വന്നതോടുകൂടി ആ ഒരു വോട്ടിൽ ഒരു വിഭാഗം എന്തായാലും കണ്ണുവെക്കുന്നുണ്ട്. ഇത് അങ്ങനെ ഒരു സംഭവിക്കുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കാൻ ചിലപ്പോൾ കൂടുതൽ വോട്ട് കിട്ടാൻ കുറച്ച് കിട്ടാം. അങ്ങനെ ഒരു NDAയുടെ ഭാഗത്തിൽ ഒരു കുറവ് വന്നാൽ അത് ഇടതുമുന്നണിക്കാവുമോ അതോ UDF-ന് ആർക്കായിരിക്കും കൂടുതൽ ഗുണം ചെയ്യാൻ സാധ്യതയുള്ളത്? അങ്ങനെ വന്നാൽ അത് UDF-ന് ഗുണം ചെയ്യാനാണ് സാധ്യത. അങ്ങനെ UDF-നായിരിക്കും ആ വോട്ടിൽ കുറവ് വന്നാൽ അതിന്റെ നേട്ടം UDF-നായിരിക്കും ഉണ്ടാകുക. അത് അങ്ങനെയാണ് കാലങ്ങളായി നമുക്ക് ഇപ്പം കാണാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത്തരം ഒരു വോട്ട്, ആ വോട്ടിങ്ങിൻ്റെ ഒരു പാറ്റേൺ രീതി അതാണ് നമ്മൾ കാണുന്നത്. അപ്പം NDAയുടെ സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടിങ്ങിൻ്റെ കണക്കനുസരിച്ച് LDF-ന്റെ UDF-ന്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഈ വോട്ടിങ്ങിന്റെ കുറവുണ്ടാകുന്നത്, വോട്ടിംഗ് ശതമാനത്തിന്റെ കുറവ്, അത് UDF-ന് ഗുണം ചെയ്യുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും അപർണ, അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പൊതുസ്ഥിതി ഇപ്പോഴത്തെ. എന്തായാലും വരും ദിവസങ്ങളിലെല്ലാം മൂന്ന് മുന്നണികളും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഇത് മാത്രമല്ല, പ്രാധാന്യം നൽകുന്ന മണ്ഡലങ്ങൾ പ്രധാനപ്പെട്ടത് തന്നെയാണ് പത്തനംതിട്ട. കോൺഗ്രസിനായാലും CPM-നായാലും അതോടൊപ്പം തന്നെ BJP-ക്കായാലും മൂന്നുപേരും പത്തനംതിട്ട പിടിക്കണമെന്നുള്ള വാശിയിലാണ്. കണക്കുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ അത് UDF-ന് അനുകൂലമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളും പരിശോധിച്ചാൽ അത് പൂർണ്ണമായും LDF-ന് അനുകൂലമാണ്. ഈ LDF-നും UDF-ന്റെ വോട്ടിന് അപ്പുറത്തേക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നിശ്ചയിക്കുന്ന മറ്റു വോട്ടുകൾ കൂടി ചേരേണ്ടതുണ്ട്. അത് ആർക്കാണ് അങ്ങനെ അധികം വോട്ട് നേടാൻ കഴിയുന്നത്? 3 തവണ MP ആയിരുന്ന ആന്റോ ആന്റണിക്കാണോ, അതോ ധനമന്ത്രി എന്ന നിലയ്ക്കൊക്കെ പ്രതിച്ഛായ ഉണ്ടായിരുന്ന തോമസ് ഐസക്കിനാണോ, അതോ അനിൽ ആന്റണി എന്ന? കിരൺ ബാബു, രഞ്ജിത്ത് രാമചന്ദ്രൻ, ശശി നാരായണൻ പത്തനംതിട്ടയുടെ ഒരു പൾസ് വിലയിരുത്തുകയായിരുന്നു.